Dear students, welcome to Learner'sworld. In this video, I am going to talk about model question paper analysis, Readings From The Fringes, second semester, Calicut University, Common English. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോമൺ ഇംഗ്ലീഷ് റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. ടൈം 2.5 hours ആണ്. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 80 ആണ്. 3 sections ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. 15 questions ഉണ്ട് ടോട്ടൽ. അതിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് 25 ആണ്. നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ് ഓഫ് 100 words, 5 marks each. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് എസ് എഴുതാനുള്ളതാണ്. 100 wordsനാണ് എഴുതാനുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. സീലിംഗ് എന്ന് പറയുന്നത് 35 ആണ്. ദെൻ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ എനി 2 of the following questions in about 200 words each. Each question carries 10 marks. മൂന്നാമത്തെ സെക്ഷനിൽ ലോങ്ങസ്റ്റ് ആണ്. 200 wordsന് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് 10 മാർക്കാണ്. 4 questions ഉണ്ട്. ഇതിൽ 2 ക്വസ്റ്റ്യന് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ സെക്ഷൻ 2 or 3 sentences ആൻസർ ചെയ്യാനുള്ള ആ ഒരു സെക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ഇസ് എ സ്പാർക്ക് ഇൻ ദോസ് ഐസ് ദാറ്റ് സ്റ്റിൽ യു എക്സ്പ്ലെയിൻ. ഇത് നമ്മളുടെ വെൻ സൽഹാൻ ടുക്ക് ഓൺ ദ രാജ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സൽഹാൻ വാസ് ക്ലോസിംഗ് ഇൻ ഓൺ 90s. ഷി വാസ് shrunk and grey, but still in those eyes there was the spark that appeared at the age of 16 when she attacked the British officer who had attacked her father. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ സൽഹാൻ്റെ ആ ഒരു കണ്ണുകളിൽ നോക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു സ്പാർക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും നമുക്ക് എക്സാമിന് വരാറുള്ളത്. ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ ഹിയർ യുവർ ബെഡ്ലാം ഡെമോക്രസി എക്സ്പ്ലെയിൻ. ഇത് നമ്മൾ ആ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. In this line, the poet talks about the bad state of the democracy. Poet says that he can hear the confused uproar of the democracy. Next question, what is the real step or real work of the Constituent Assembly as mentioned in the speech? ഇത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദി റിയൽ സ്റ്റെപ്പ് ഓർ ദ റിയൽ വർക്ക് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈസ് ദ ഹൈ അഡ്വെഞ്ചർ ഓഫ് ഗിവിംഗ് ഷേപ്പ് ഇൻ ദ പ്രിൻറ്റഡ് ആൻഡ് റിട്ടൺ വേർഡ് ടു എ നേഷൻസ് ഡ്രീം ആൻഡ് ആസ്പിരേഷൻ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡസ് ഫ്രാൻസിസ് ബേക്കൺ മീൻ ബൈ നോളജ് ഈസ് പവർ? ഇത് നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. Bacon says that the real test of knowledge is not whether it is true but whether it empowers us. The real test is utility. A theory that enables us to do new things constitutes knowledge. Next question, who is the protagonist of the story A White Heron and whom does she live with? ഇത് ആ ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടല്ലോ, എ വൈറ്റ് ഹെറൺ എന്ന് പറഞ്ഞിട്ടുള്ള, അതിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ക്വസ്റ്റ്യനെ പരിചയപ്പെട്ടു പോകാം. ഇതിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് എ 9-year-old ഗേൾ സിൽവിയ വാസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഷീ ലിവ്സ് വിത്ത് ഹർ ഗ്രാൻഡ് മദർ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹി ഡിഡ്ന്റ് ഫൈറ്റ്, ഹി ഹാഡിന്റ് ഫോട്ട് അറ്റ് ഹോൾ. ഈ ഒരു ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, എലിസബത്ത് ബിഷപ്പിൻ്റെ. ഹി ഡിഡ്ന്റ് ഫൈറ്റ്, ഹി ഹാഡിന്റ് ഫോട്ട് അറ്റ് ഓൾ. ഈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
The speaker says that she was pulling in the fish. It did not fight at all. If it had fought, then it could have broken the line and escaped. Although the fish did not fight, it had a dead weight, which was a different kind of resistance. Next, what did Vandana Shiva learn about ecology? ഇത് വന്ദന ശിവയുടെ ആ ഒരു എസ്സേയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എവറിത്തിങ് ഐ നീഡ് ടു ലേൺ ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ എസ്സേയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വന്ദന ശിവ ലേൺ അബൌട്ട് ഇക്കോളജി ഫ്രം ദ ഫോറസ്റ്റ് ഓഫ് ഹിമാലയാസ്. ഹിമാലയാസിൽ നിന്നാണ് ഇക്കോളജിനെ കുറിച്ചിട്ട്, ജൈവ വൈവിധ്യത്തെക്കുറിച്ചിട്ട് വന്ദന ശിവ ലേൺ ചെയ്യുന്നത്. നെക്സ്റ്റ്, what does the poet mean by you remind them what hell looks like when it wears the skin of a gentleman? ഇത് ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള നികിതാഗിലിൻ്റെ പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ലൈനാണ് ഇത്. നമ്മുടെ പോയറ്റ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. You remind them what hell looks like when it wears the skin of a gentleman. The poet means that when the fire rising inside women gained power. The poet says that you have to rise above all the oppressions and prejudices. Women will remind the patriarchy. When the fire inside every gentlewoman will create a hell. Next question. What are the etiquettes expected by the other Tirnangais from the younger ones? ഇത് ആക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓരോ തിരുനങ്കൈ എക്സ്പെക്റ്റ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റെസ്പെക്ട് ഫ്രോം യങ്ങർ തിരുനങ്കൈസ്. ദർ ഡിമാൻഡ് ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആൻഡ് വോണ്ട് ടോളറേറ്റ് യങ്ങർ ഗേൾസ് സിറ്റിംഗ് വിത്ത് ദം ഓൺ ആൻ ഈക്വൽ ലെവൽ. ടച്ചിങ് ദെയർ ഫീറ്റ് ഈസ് അനദർ സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റേഷൻ. ക്ലീനിങ് ദെയർ spittoons till they shine, pressing their feet are another kind of expectations. Next question. What was the purpose of writing Dear Ijwale? Dear Ijwale എന്ന് പറഞ്ഞിട്ടുള്ള ചിമമണ്ട ngozi adichide ആ ഒരു വർക്ക് എഴുതുന്നതിനുള്ള പർപ്പസ് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. The purpose of writing Ijwale is to negate this gender inequality by raising girls to reject traditional gender roles and expectations. Okay, next question. Why did the disabled people in Berkeley argue that nobody is completely independent? The endeavors to adulthood എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. Disabled people in Berkeley argue that all people are interdependent. Nobody is completely independent. For instance, a normal person would need a carpenter, a plumber, or an electrician. The disabled too are dependent on getting help to enable independent living so that they can function more efficiently and are able to take up employment. Therefore, a personal attendant is really one's hands and legs in the form of another human being. Next, what is kimonis? Kimonis എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ദ ബോഡി പൊളിറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. Mispronouncing kimono, a long loose traditional Japanese robe with wide sleeves tied with a sash. Next question. According to Chandraben Prasad, what would unfold the secrets of Chaduvarna order? The love lines in the time of Chaduvarna ആ പോയത്തിൽ നിന്ന് ആ ഒരു വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. Madharma Shastra would unfold the secrets of Chaduvarna order. Next, explain farmers sowing skulls and bones. ഈ ഒരു ലൈന് farmers sowing skulls and bones ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഹിസ്റ്ററി ലെസൺ ജെനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഹിസ്റ്ററി ലെസൺ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. It refers to the Europeans that are placing their farmers and miners using the land's resources for their own needs. Another question. What does skinless animals signify? Skinless animals കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും ഹിസ്റ്ററി ലെസൺ ജെനറ്റ് ആംസ്ട്രോങ്ങിൻ്റെ ഹിസ്റ്ററി ലെസണിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സ്കിൻലെസ് ആനിമൽസ് സിഗ്നിഫൈ ദ അണ്ടർസ്റ്റാൻഡബിൾ എൻഡ് റിസൾട്ട്സ് ഓഫ് വൈറ്റ് സിവിലൈസേഷൻ ഇൻ ദ അമേരിക്കൻസ്. ദ സ്കിൻലെസ്നെസ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ adversive perils that the native Indians were exposed due to the influx of the whites. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. നമ്മുടെ എക്സാമിന് അതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.